ഇവരെ ജീവൻ തിരിച്ചിട്ടിൻ്റെ ഭാഗ്യം ഒന്നുകൂടെ ട്രക്കിങ്ങിടെ കണ്ട കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതിന് കേട്ടോ. ഇവരെ കളഞ്ഞിട്ട് പോരാൻ തോന്നിയില്ല. കാരണം ഒരു ഫാമിലി അല്ലേ നമുക്ക് സഹായിക്കാൻ. അങ്ങനെ അവരൊക്കെ സഹായിച്ച് ഞങ്ങളിങ്ങനെ ട്രക്കിങ് ആസ്വദിക്കാൻ വിചാരിച്ചാൽ ഇന്നത്തെ യാത്ര അതൊന്നുമല്ല കേട്ടോ. പറയാനുള്ളത് ഞാൻ KSRTCയിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മോർണിംഗ് തന്നെ ഞങ്ങൾ യാത്ര KSRTCയിൽ തുടങ്ങിയിട്ട് അത് തൃശ്ശൂരിൽ നിന്ന് നേരെ കോട്ടയത്തൊക്കെ വന്ന് പിന്നെ കോട്ടയത്ത് നേരെ ഞങ്ങൾ വന്ന് ഈരാച്ചിപ്പേട്ട നിന്ന് വെറും 100 രൂപക്ക് നിങ്ങൾക്ക് വാഗമൺ എത്തുമോ. അടിപൊളി യാത്ര. കണ്ടില്ലേ, വയ്യോരത്ത് കണ്ട കാഴ്ചകളൊക്കെ ശരിക്കും കണ്ണൻ ചെപ്പിക്കുന്ന കാഴ്ചകൾ, അത്ഭുത ചെടികളും പൂക്കളൊക്കെ ആയിട്ടുള്ള കരകവിഞ്ഞൊഴുകുന്ന പുഴകളൊക്കെ കണ്ടില്ലേ. ശരിക്കും അങ്ങോട്ട് ഹൈ റേഞ്ചിലേക്ക് കയറിയ യാത്രകളുടെ മൂടാകെ മാറി. കണ്ടില്ലേ, ചുറ്റും തേയിലത്തോട്ടങ്ങൾ, വളവുകൾ, കുന്നിൻ ചെരുവുകൾ, നല്ല മഴ ഉണ്ടായിട്ടും അതുപോലെ തന്നെ നല്ല കോടയുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാട്ടോ. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. കാരണം പെട്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നത്, റെഡ് അലർട്ട്, മഴ കാരണം. പിന്നെ അതൊക്കെ ഒന്ന് ആസ്വദിക്കുക, കിട്ടുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഏകദേശം സമുദ്രനിരപ്പിൽ ഏകദേശം 1100 മീറ്ററും 3600 അടി ഹൈറ്റിലുമാണ് ഈ വാഗമൺ സ്ഥിതി. അങ്ങോട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. കണ്ടില്ലേ, ഈ ചുരമൊക്കെ ചുറ്റി വരുന്ന സമയത്ത് ഒരുപാട് ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും വെള്ളച്ചാട്ടം, കാരണം അത്ര ശക്തമായിട്ടുള്ള പായയാണല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ശരിക്കും നിങ്ങൾ ഇവിടെ പറ, ലോകത്തിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ വന്ന് കാണി മുത്തുമണികൾ. ഇതൊന്നും കണ്ടില്ല നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ ശരിക്കും ആസ്വദിച്ച് വാഗമണിലേക്കാട്ട് ഇറങ്ങിയപ്പോൾ ശരിക്കും എന്താ പറയുക, അവിടുത്തെ കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇവിടുത്തെ റൂമാണ് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചത്. വെറും 199 രൂപക്ക് റൂം. അങ്ങനെ ഞങ്ങൾ നേരെ ട്രക്ക് എടുത്ത് നേരെ അവിടെ നിന്ന് വാഗമണിലെ ഉയരങ്ങളിലേക്കുള്ള യാത്ര. ശരിക്കും പച്ചപ്പ് നിറഞ്ഞൊരു മറ്റൊരു ലോകത്തേക്കാട്ട് എത്തി. ശരിക്കും കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ. ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു സന്തോഷവും ഒരു അനുഭൂതിയും അതുപോലെ തന്നെ ഇവിടുത്തെ വന്നതിൻ്റെ ഒരു ഫീലൊക്കെ അനുഭവിച്ചതിനറിയണം. ശരിക്കും ട്രക്കിങ് കാരണം അപകടം നിരിച്ച ട്രക്കിംഗ് ആണ് കേട്ടോ. ഇതാണ് നിങ്ങൾ റീലിലൊക്കെ കാണുന്ന ആ സ്ഥലങ്ങൾ കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. തങ്ങളകുന്ന്, സൂയിസൈഡ് പോയിൻ്റ്, വാട്ടർ ഹോൾസ്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പലതും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നതോടെ പല സ്ഥലങ്ങളും ക്ലോസ് ചെയ്തിട്ട്, എന്നാലും തന്നെ പരമാവധി കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. ജീപ്പിലെ ആ ട്രക്കിംഗ് ഒക്കെ ശരിക്കും ഞങ്ങൾക്ക് ആസ്വദിക്കണം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഫാമിലി കണ്ടത്. കാരണം അപകടം നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ശരിക്കും തരാം അവർ എട്ടച്ച് പോരാൻ തോന്നാത്തതുകൊണ്ട് അവരൊന്ന് സഹായിക്കുക. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വരുന്നവർ ഇവിടുത്തെ ട്രക്ക് വണ്ടികൾ ഉപയോഗിക്കുക. കാരണം അത്രയ്ക്ക് റിസ്ക് പിടിച്ച സ്ഥലമാട്ടോ. ശരിക്കും അയ്യൂബിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ കണ്ടില്ല, ആ സിനിമയിലെ ഷൂട്ടിങ് ഇവിടെയാണ് നടന്നത്. പിന്നെ ഇവിടുത്തെ കണ്ടില്ല ഒരു ഗുഹയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം, അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തി വയ്ക്കുക. കാരണം അത്രയ്ക്ക് രസമുണ്ട് കാഴ്ചകൾ. അവിടെ നിന്നൊക്കെ ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ കുത്തിയൊലിക്കുന്ന വെള്ളം കാരണം അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്ഥലമാണ് തങ്ങൾപ്പാറ. അതും നിങ്ങൾ കാണണം. പക്ഷേ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവിടേക്ക് പോകാൻ അലോട്ടല്ല. അതുകൊണ്ട് പിന്നെ ഇല്ലിക്കൽ കല്ല്, അങ്ങനത്തെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ചെയ്ത്. കണ്ടില്ല ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളുണ്ടല്ലോ, നല്ല കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടം. അതിലൊക്കെ ഇറങ്ങി ഒന്ന് ആസ്വദിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ പറയില്ലേ, കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ആസ്വദിച്ച് നേരെ ഞങ്ങൾ റൈറ്റ് സൈഡിൽ മറ്റൊരു വെള്ളച്ചാട്ടം, അതും കൂടി ആസ്വദിച്ചിട്ടു. അപ്പോൾ ലൈവിൽ എന്താ പറയുക, വീഡിയോയിലേക്ക് വരുന്ന ആളുകൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ഒരുപാട് വിശേഷം. പിന്നെ മറ്റൊരു സ്ഥലം എന്ന് വെച്ചാൽ ഇവിടുത്തെ സൂയിസൈഡ് പോയിൻ്റാണ്. അതാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. കാരണം ഇവിടെ നിന്ന് ഒരു അടി താഴേക്ക് തെറ്റിയാൽ നേരെ കുത്തന പിന്നെ താഴേക്ക് വീഴും. അതുപോലെ തന്നെ മരണം ഉറപ്പാണ്. അപ്പോൾ ഒരു സംശയമില്ല, അവിടുത്തെ സ്ഥലങ്ങളൊന്നും ആസ്വദിച്ചിട്ട് നേരെ മടങ്ങാൻ വിചാരിച്ചു. കാരണം ഒരുപാട് സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ട്. ഏകദേശം 40ഓളം സ്ഥലങ്ങൾ ഇവിടെ തന്നെ കാണുന്നത്. അത് പിന്നീട് ഒരിക്കലാകാൻ വിചാരിച്ച്. അപ്പോൾ ഈ യാത്ര അത്ര സഫലമല്ല. എന്നാലും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിൽ വന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം.